ദേശീയ ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിലാണ് മലയാള സിനിമ. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശി സ്വന്തമാക്കി. വിജയരാഘവനാണ് സഹനടൻ. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമ. ആകെ 5 അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഒപ്പം കേരളത്തിനെതിരെ വ്യാജങ്ങൾ നിറച്ചു നിർമ്മിച്ച വിവാദ സിനിമ കേരള സ്റ്റോറിക്കും 2 ദേശീയ പുരസ്കാരങ്ങളുണ്ട്. RDX രാവ്. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിനാണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. പൂക്കാലം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി. 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ പുരസ്കാരം നേടി. പൂക്കാലത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളി മികച്ച എഡിറ്റർ. നെൽവിത്തുകളുടെ സംരക്ഷകനായ ചെറുവയൽ രാമന്റെ ജീവിതം പറഞ്ഞ നെഗൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശനത്തിന് അർഹമായി. ഇത്രയുമാണ് കേരളത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം പങ്കിട്ടു. മികച്ച നടി റാണി മുഖർജി. മികച്ച സിനിമ 12th ഫെയിൽ. ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. കേരളത്തെക്കുറിച്ച് തികഞ്ഞ വിദ്വേഷ പ്രചാരണവും കളവുകളും നിറച്ചൊരുക്കിയ കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് തോസെന്നാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ഛായാഗ്രഹണത്തിനുൾപ്പെടെ 2 പുരസ്കാരങ്ങൾ ഈ സിനിമ നേടി. 2023 സെൻസർ ചെയ്ത 332 സിനിമകളാണ് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിനായി പരിഗണിച്ചത്. RDX റാമ്പ് ന്യൂസ് മലയാളം. ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന് തരക്കേടില്ലാത്ത ഒരു നേട്ടം. അത് വല്ലപ്പോഴുമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മലയാളം ധാരാളം പ്രതീക്ഷിച്ചിരുന്ന സിനിമകൾക്കും താരങ്ങൾക്കും പലപ്പോഴും കിട്ടാതെ പോയിട്ടുണ്ട്. അഭിനേതാക്കൾക്കും പലപ്പോഴും അവാർഡ് കിട്ടാതെ പോയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ ഇപ്പോൾ ഉർവശിക്കായിക്കോട്ടെ, വിജയരാഘവനായിക്കോട്ടെ, അങ്ങനെ എണ്ണം പറഞ്ഞ അവാർഡുകൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്, മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം എന്താണ് ഈ കേരള സ്റ്റോറിക്കും അവാർഡുണ്ട്. എനിക്ക് തോന്നുന്നു ഈ RDXൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു സിനിമ കേരള സ്റ്റോറി ആയിരിക്കും. കാരണം മറ്റേ ഏത് സിനിമയുടെ ചർച്ച വരുമ്പോഴും നമുക്ക് കേരള സ്റ്റോറി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു സിനിമയാണത്. അത്രയ്ക്ക് പച്ച നുണ പ്രചരിപ്പിച്ച ഒരു സിനിമ. സിനിമയുടെ ആദ്യത്തെ ടീസർ ഇപ്പോഴും ഓർക്കാണ്. 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ISISലേക്ക് കടത്തപ്പെട്ടു എന്നുള്ളത്. അതായത് ISISലേക്ക് പോയവരിൽ ന്യൂനപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സത്യത്തിൽ മറ്റു പല സ്റ്റേറ്റുകളുടെയും പേരിലാണ് ഈ സ്റ്റോറി ഇറങ്ങേണ്ടത്. പക്ഷേ ആ പേരിൽ ഈ സിനിമ ഇറങ്ങി. മാത്രമല്ല, അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലവ് ജിഹാദ് ഇടുക്കിയിലും താമരശ്ശേരിയിലും ഒക്കെയുള്ള രൂപതകളിൽ പ്രദർശിപ്പിച്ചിരുന്നു കുട്ടികൾക്ക്. ഇത് ഈ 10ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾ ഇനിയിപ്പോൾ ലവ് ജിഹാദിലെങ്ങും പെട്ടുപോകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ രൂപതകളിൽ സൺഡേ സ്കൂളിലോ എവിടെയൊക്കെ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ തെരുവിൽ നിൽക്കുകയാണ് സമരം ചെയ്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പലതരത്തിൽ ഈ സാഹചര്യം നമ്മളെ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താ തോന്നുന്നു? അടുത്ത തവണ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഇടുക്കി മറ്റേ അതിരൂപതകളൊക്കെ മറ്റേ ഛത്തീസ്ഗഡ് സ്റ്റോറി സിനിമ അവിടെ പ്രദർശിപ്പിക്കും. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് കർഷക, അതായത് നമുക്ക് സന്തോഷിക്കാനുള്ള അവാർഡുകൾ ഇതിനകത്തുണ്ട്. കാരണം വിജയരാഘവനും ഉർവശിയും ഉള്ളൊഴുക്കിനുള്ള അവാർഡ്, ഇതെല്ലാം മികച്ച സിനിമയും. വിജയരാഘവനും ഉർവശി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നടന്മാരിൽ ഏറ്റവും അഭിനേതാക്കളിൽ ഏറ്റവും ഗംഭീരമായുള്ള ആൾക്കാരാണ്. നമുക്ക് സന്തോഷിക്കാനുള്ള അവാർഡുകളുണ്ട്, നമുക്ക് തലയറഞ്ഞ് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു അവാർഡുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് കേരള സ്റ്റോറിയുടെ തമാശ, നമ്മൾ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ വിശദാംശങ്ങളെക്കുറിച്ചോ ഞാനേതായാലും പറയുന്നില്ല. നമ്മൾ മുമ്പും ചർച്ച ചെയ്താണ്, ഒരുവിധപ്പെട്ട കേരളത്തിലെ ആളുകൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, അത് വലിയ പൈസ ഉണ്ടാക്കി മറ്റു പല സംസ്ഥാനങ്ങളിലും. പക്ഷേ കേരളത്തിൽ അത് ഒട്ടും പൈസ ഉണ്ടാക്കിയില്ല, ഓടിയേ ഇല്ല. അതായത് 38 ലക്ഷം വോട്ടുണ്ട് BJPക്ക് ഇവിടെ. ഞാൻ കണക്കെടുത്ത് നോക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അത് NDA മുന്നണിക്ക്, BJPയുടെ മുന്നണിക്ക് 38 ലക്ഷം വോട്ടുണ്ട്. എന്നുവെച്ചാൽ 38 ലക്ഷം ആളുകൾ ഇവരുടെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാൽ, BJPയുടെ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉള്ള സ്ഥലമാണ് കേരളം എന്ന് ഓർക്കണം. ആ കേരളത്തിൽ ഈ സിനിമ നിലം തൊട്ടില്ല. ആദ്യത്തെ 2 ദിവസം എൻ്റെ ഓർമ്മയിൽ സുരേഷ് കുമാർ പോയി പടം കണ്ടിട്ടുണ്ട്, നിർമ്മാതാവ്. അദ്ദേഹം BJP നേതാവ് കൂടി. അദ്ദേഹം വന്നിട്ട് നല്ല 2 വർത്തമാനം പറഞ്ഞു എന്ന് ഒഴിച്ചാൽ ഈ പടം ഓടിയതേ ഇല്ല. അതിരൂപതയിൽ മറ്റു പല കാര്യങ്ങളും ഒക്കെ ആണല്ലോ അവിടെ ഈ സ്വാഭാവികമായിട്ടും ഈ വളരെ ആർട്ടിസ്റ്റിക്കായുള്ള സംഗതികളല്ലാതെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കാണിക്കുന്നത് കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുമെന്നല്ലാതെ ഈ പടം ആരും കണ്ടില്ല. ഞാൻ ഈ പടം ഒന്ന് കാണാൻ ശ്രമിച്ചു. ഞാൻ കുറച്ച് കണ്ടേക്കാൻ നമുക്കൊരു 10 മിനിറ്റ് ഓടാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയമൊക്കെ വേറെ. എന്നാൽ സിനിമ കണ്ടാൽ നമ്മളിപ്പോൾ എല്ലാം രാഷ്ട്രീയം കണ്ടിട്ടാണോ സിനിമ കാണുന്നത്? എത്രയോ സിനിമ, മാളികപ്പുറം ഞാൻ കണ്ടതാണ്. പിന്നെ അതിനെപ്പറ്റി രാഷ്ട്രീയമായിട്ട് BJPയുടെ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ എന്ത് മനോഹരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്, ഭംഗിയായിട്ടല്ലേ സിനിമ എടുത്തിരിക്കുന്നത്. ആളുകൾ നന്നായിട്ട് കാണില്ലേ, സന്തോഷിക്കില്ലേ? ഈ സിനിമ പെറ്റതള്ള സൈക്കിളിലെ കാണാൻ.
ഇതിന് ഛായാഗ്രഹണത്തിന് അവാർഡ് കൊടുത്തു. അതാണ് ഏറ്റവും വലിയ ഛായാഗ്രഹണം. ദുരന്തം. അതിനകത്ത് ഇന്റീരിയർ സീനുകൾ കണ്ടാൽ ഇതെങ്ങനെ ഇങ്ങനെയാണോ ക്യാമറ വെക്കേണ്ടത് നമുക്ക് തോന്നും. അപ്പോൾ ഒരു നിലക്കും പിന്നെ അതിൻ്റെ തീമിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു നിലക്കും ഇത് കൊള്ളാമെന്ന് പറയാവുന്ന ഒരു സംഗതി ഇല്ലാത്ത. പിന്നെ അതിനകത്ത് ഒരു കാര്യം ഞാൻ നോക്കിയത്, അതായത് വിജയരാഘവനും ഉർവശിക്കും ഒക്കെ നല്ല സിനിമക്ക് നല്ല പെർഫോമൻസ് അവാർഡ് കൊടുത്തു. താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളേക്കാൾ നല്ല അവാർഡായിട്ടാണ് എനിക്ക് ആദ്യ കേൾവിൽ തോന്നിയത്. അതായത് ഈ വിക്രാന്ത് മാസമൊക്കെ നല്ല പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. ഷാറൂഖ് ഖാൻ പിന്നെ കഴിഞ്ഞ ഇവരൊക്കെ കൂടി ബഹളം ഉണ്ടാക്കിയ ആളാണല്ലോ, പക്ഷേ അദ്ദേഹത്തിനും അവാർഡുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല അവാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഹർഷൻ ഓർമ്മയുണ്ട്. അതായത് നമ്മൾ പൈസ വെച്ച് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പറിച്ചിട്ട് അതിൻ്റെ നമ്മുടെ നാട്ടിൽ പറയാം കമ്പനിക്ക് അടിച്ചു എന്നാണ്. അതായത് നമുക്ക് പൈസ ഇട്ട ആളുകൾക്ക് കിട്ടും, ചിലത് നമുക്ക് അടിക്കും, അല്ലെങ്കിൽ ചിലത് കമ്പനിക്ക് അടിക്കും. അപ്പോൾ നമുക്കടിച്ച അവാർഡുകളാണ് ഈ പറയുന്ന ഉർവശിയും വിജയരാഘവനൊക്കെ അടക്കമുള്ള ആളുകൾ ഇത് കമ്പനിക്ക് അടിച്ചാണ്. കാരണം അവരുടെ പ്രോപ്പഗണ്ട നടത്തിയ ഒരു സിനിമയ്ക്ക് അവരല്ലാതെ പിന്നെ ആരാണ് അവാർഡ് കൊടുക്കുക എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് ആ നിലക്ക് പോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പോൾ BJP അനുകൂലമായിട്ട് പിന്നെ നല്ല പ്രസ്താവനയൊക്കെ നടത്തുന്ന ഒരാളാണ് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് നല്ലൊരു സിനിമയൊക്കെ എടുത്തിട്ട് അടുത്ത അവാർഡ് സമർപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അവാർഡ് ഇപ്പം അലി അക്ബർ നല്ല സിനിമ എടുത്തിരുന്നു, ഈ നിലക്ക് നല്ലത് കിട്ടാനുള്ള അവാർഡ് സിനിമ എടുത്തിരുന്നു, പക്ഷേ അതിന് അവാർഡ് അത് കൊടുത്തില്ല. സന്തോഷ് പണ്ഡിറ്റിലൂടെയെങ്കിലും ഇത്തരം അവാർഡുകൾ, പ്രോപ്പഗണ്ട അവാർഡുകൾ കൂടെ നമുക്ക് കിട്ടുക എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പിന്നെ ഈ പറയുന്ന ഒരു ചിരിയല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ദുഃഖിക്കേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആ സിനിമയുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം മറ്റു പലതും ഇവിടെ ചുറ്റും സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. അതായത് ഒരു നോർത്ത് ഇന്ത്യൻ പോർട്ടലിൽ എവിടെയോ ഒരു ഹിന്ദി പോർട്ടലിലാണ് ആദ്യം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ള ഒരു സങ്കല്പം വരുന്നത്. അത് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താണ് ഒരു ആശയ സംക്ഷിപ്തം. യഥാർത്ഥത്തിൽ അതിനെ ഇവിടെ സംഘപരിവാർ ചേർത്ത് വെച്ചത് VS അച്യുതാനന്ദൻ്റെ പരാമർശവുമായിട്ടാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണശേഷം ആ വിഷയം വല്ലാതെ ചർച്ചയായല്ലോ. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ലഘുലേഖയോ അവരുടെ ക്ലാസ് എടുക്കുന്ന സംവിധാനമോ എന്തൊക്കെയോ കണ്ടെത്തിയപ്പോൾ പോലീസ് വിശദീകരിച്ച കാര്യം VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞതാണ്. അന്ന് എന്താണ് പോപ്പുലർ ഫ്രണ്ട് അല്ലല്ലോ അവരുടെ NDF ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന്. അവിടെ നിന്നാണ് ലവ് ജിഹാദ് എന്നുള്ള ഒരു പേര് അതിനുശേഷം അവിടെയും പറഞ്ഞിട്ടില്ല ഈ നോർത്ത് ഇന്ത്യൻ പോർട്ടലിൽ വരുന്നത്. പിന്നെ കേരളകൗമുദിയിലാണ് ഒരു ആർട്ടിക്കിൾ അതേക്കുറിച്ച് വരുന്നത്. അതൊരു ലേഖകൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ ഞാനിതിപ്പോൾ പറയുന്നില്ല. എന്തായാലും കേരളകൗമുദിയിൽ അങ്ങനെ കേരളകൗമുദിയിൽ ഒരു ആർട്ടിക്കിൾ വരുന്നു ലവ് ജിഹാദിനെ കുറിച്ച്. പിന്നീട് ലവ് ജിഹാദ് എന്നുള്ളത് ഇങ്ങനെ, പിന്നെ ഇടുക്കി ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ് പിന്നീട് ലവ് ജിഹാദ് പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മുസ്ലിം പയ്യന്മാർ ഇങ്ങനെ ലവ് ജിഹാദ് നടത്തുന്നു, ഇവിടെയുള്ള ഈഴവ പയ്യന്മാരായ ഓട്ടോ ഡ്രൈവർമാരും ക്രിസ്ത്യാനി പെൺപിള്ളേരെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അന്ന്. അത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ആ പരാമർശം ഉണ്ടാവുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നം അതിലെ ഈ ഈഴവ ലഗ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കും. കാരണം അവിടെ വെള്ളപ്പള്ളി നടേശൻ്റെ അടുത്ത് പോയി ഒരു ചർച്ചയൊക്കെ നടത്തി ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ലവ് ജിഹാദ് അവിടുന്ന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ലവ് ജിഹാദിൽ നിന്ന് എവിടെയെല്ലാം പോയി ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് എവിടെയെല്ലാം പോയി. ലവ് ജിഹാദ് പിന്നീട് ഡ്രഗ് ജിഹാദാകുന്നു, ഫുഡ് ജിഹാദാകുന്നു. അങ്ങനെ ജിഹാദ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറി. അത് കഴിഞ്ഞിട്ട് അത് സിനിമയാവുന്നു. ആ സിനിമ എന്താണ് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് കേരളം ഒഴികെയുള്ള സ്ഥലത്ത്. അതായത് അത് സിനിമ പോലും ഇന്ത്യക്ക് വേണ്ടിയായിരുന്നില്ല, കേരളത്തിന് വേണ്ടിയായിരുന്നില്ല. അതൊരു ദേശീയ പദ്ധതി തന്നെയായിരുന്നു, ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായിരുന്നു. ഈ ലവ് ജിഹാദ് എന്ന പ്രയോഗം ആ നിലയ്ക്കുള്ളൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി വളരെ കൃത്യമായി അത് ആഗ്രഹിച്ചവർ നടപ്പാക്കി അതിൻ്റെ വിളവ് കൊയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് ഒരു അവാർഡൊക്കെ കൊടുക്കണം അവർ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കാര്യം, അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിനും കാഴ്ചക്കാരില്ല, അവർ പിണങ്ങും. അതായത് ഞാൻ നേരത്തെ സന്തോഷ് പണ്ഡിറ്റിനെ പറ്റി പറഞ്ഞത് പോസിറ്റീവായുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതായത് സുദീപ് തോസനേക്കാൾ നന്നായിട്ട് ഇത്തരം സിനിമകൾ എടുക്കാൻ പറ്റുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. കാരണം സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയുടെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളാണ് ഈ സുദീപ് തോസനിൻ്റെ ഈ കേരള സ്റ്റോറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടും ഞാൻ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലുമാണ് പറഞ്ഞത്. സന്തോഷ് പണ്ഡിറ്റ് BJP അനുകൂല രാഷ്ട്രീയം ഉള്ളിലുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ സിനിമാ സംവിധായകർക്കിടയിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രോപ്പഗാൻഡ വെച്ച് സിനിമ എടുത്താൽ സുദീപ് തോസൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സിനിമയേക്കാൾ മികച്ച സിനിമ എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായും ആ ആശംസകൾ സന്തോഷ് പണ്ഡിറ്റിന് നേരുകയാണ്. സീരിയസ് ആയിട്ടുള്ള പറഞ്ഞത് വിചാരിക്കരുത്. അല്ലല്ല, സീരിയസ് ആയി ഞാൻ സന്തോഷ് പണ്ഡിറ്റിന് ആശംസ നേരുകയാണ്. തീർച്ചയായും അദ്ദേഹം ആ നിലയ്ക്കുള്ള സിനിമകളുമായി മുന്നോട്ട് വരട്ടെ. അദ്ദേഹം ദേശീയ അവാർഡൊക്കെ നേടട്ടെ. എത്രയോ കാലമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ചലച്ചിത്ര കലാപ്രവർത്തകരാണ് ഉർവശിയും വിജയരാഘവനും. കഥാപാത്ര ദേഹങ്ങളിലേക്ക് സ്വയം ഉരുകി വീണ് അനന്യമായ പ്രകടനം കൊണ്ട് അത്ഭുതം കാട്ടുന്ന പ്രതിഭകൾ. അവർ ഇരുവർക്കും മലയാള സിനിമയുടെ പെരുമ ഉയർത്തിയ മറ്റു 3 പുരസ്കാര ജേതാക്കൾക്കും RDXന്റെ അഭിനന്ദനങ്ങൾ. അതേ വേളയിൽ തന്നെ
കേരളത്തെ ഇകഴ്ത്താവുന്നതിൻ്റെ പരമാവധി ഇകഴ്ത്താൻ ശ്രമിച്ച അടിമുടി വ്യാജങ്ങൾ നിറച്ച് നിർമ്മിച്ച വിവാദ വിദ്വേഷ സിനിമ കേരള സ്റ്റോറി 2 ദേശീയ അവാർഡുകൾ നേടി പുരസ്കൃതമായത് നീതിയുക്തമല്ല എന്ന് RDX ഉറപ്പിച്ചു കരുതുന്നു. കഴിഞ്ഞ 10 വർഷമായി ദേശീയ പുരസ്കാരങ്ങൾ പ്രത്യേക രാഷ്ട്രീയ ചുവയുള്ള പ്രമേയ പരിസരങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരം സിനിമകളുടെ വിഭാഗത്തിലേക്കാണ് നീളുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വരും വർഷങ്ങളിൽ അവാർഡുകളുടെ കാര്യത്തിലെങ്കിലും ഇത്തരം രാഷ്ട്രീയ അജണ്ടകൾ വേണ്ടപ്പെട്ടവർ മാറ്റിവെക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.